മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം. ചിറയൻകീഴ് പഞ്ചായത്ത് സെക്രട്ടറി പെരുമാതുറ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഭാഗീയതയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നു. ചിറയൻകീഴ് പഞ്ചായത്തിലെ പെരുമാതുറ പ്രദേശത്ത് 1987 മുമ്പ് 1.5 വാർഡാണ് ഉണ്ടായത്. 1.5 വാർഡ് 1987 ആയപ്പോൾ നമ്മുടെയൊക്കെ ശ്രമഫലമായി, അന്നത്തെ കോൺഗ്രസിന്റെ ശ്രമഫലമായി അത് 2 വാർഡ്, 2 പൂർണ്ണ വാർഡാക്കി. ആ 2 വാർഡുകളിൽ നിന്ന് 2 ജനപ്രതിനിധികൾ ഇവിടെ വരും. കഴിഞ്ഞ 3 പ്രാവശ്യമായി ആ 2 വാർഡിനെ നമ്മുടെയൊക്കെ തന്നെ ശ്രമഫലമായി തന്നെയാണ് പരാതി കൊടുക്കുകയും ആക്ഷേപങ്ങൾ പറയുകയൊക്കെ ചെയ്തതിന്റെ ഫലമായി 3 വാർഡാക്കി കിട്ടുകയും ചെയ്തു. ഈ 3 പഞ്ചായത്ത് വാർഡുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് 3 വാർഡിന്റെ വിഹിതം ഈ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയും 3 പഞ്ചായത്തിലെ തൊഴിലുറപ്പ് 3 വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതികൾ നമുക്ക് കിട്ടുകയും 3 വാർഡിലെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഭവനങ്ങൾ, ആനുകൂല്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോ ഇവിടെ ഭരിക്കുന്ന CPM-ഉം ഇതിനകത്ത് ഭരിക്കുന്ന സംഘികളും കൂടി ചേർന്ന് നമ്മുടെ വാർഡിനെ 3 വാർഡിനെ 1.5 വാർഡാക്കി കഴിഞ്ഞിരിക്കുന്നത്. 2 വാർഡല്ല, 1.5 വാർഡേ ഉള്ളൂ. 2 വാർഡ് തികയണമെങ്കിൽ താഴമ്പള്ളി മുതൽ അഞ്ചുതെങ്ങിന്റെ ബോർഡർ വരെ വരണം, എങ്കിലേ 2 വാർഡാവും. നമ്മുടെ 3 വാർഡിനെ 1.5 വാർഡാക്കി മാറ്റിയതിന്റെ ഉദ്ദേശം അവർക്ക് നമ്മുടെ പ്രദേശത്ത് നിന്ന് 3 പഞ്ചായത്ത് മെമ്പർമാർ വരുന്നത് സഹിക്കുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ വാർഡിനെ ചുരുക്കി 1.5 വാർഡാക്കിയത്. ഈ 10ാം വാർഡിലെ നമ്മുടെ 12ാം വാർഡിലെ മൊത്തം അവർ പുറത്തുവിട്ട രേഖയാണ് ഈ കാണുന്നത്. 12ാം വാർഡിലെ മൊത്തം അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം 455 വീടുകളുണ്ട്. 455 വീടുകൾ. ഈ 455 വീടുകളിൽ ജനവാസമുള്ളത്, അവരുടെ കണക്ക് പ്രകാരം ജനവാസമുള്ളത് വെറും 80 വീടുകളിലാണ്. വെറും 80 വീടുകളെന്നാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവരെ കൊടുത്തിരിക്കുന്ന രേഖ. ഈ 80 വീടുകളും 11ാം വാർഡിലെ 398 വീടുകളും ചേർത്ത് 486-88 വീടുകൾ മൊത്തമായിട്ട് ഒരു വാർഡിനെ ആക്കി വെച്ചേക്കാം. ഇവർ നമ്മുടെ വാർഡിനെ കുറയ്ക്കാൻ വേണ്ടി ജനവാസമുള്ള വീടുകളുടെ എണ്ണം 400-500 ഉള്ള വീടുകൾക്ക് പകരം 90-80 ഒക്കെ ആക്കി ചുരുക്കി പഞ്ചായത്തിൽ നിന്ന് മേലധികാരിയൊക്കെ അയച്ചിരിക്കുക. ഇതിനെതിരെ ആക്ഷേപം കൊടുക്കുന്നതിന് വേണ്ടി, ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിന്ന് കൊണ്ടുപോയി ഇതിന്റെ ആക്ഷേപം കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ സമരപരിപാടികൾ കൊണ്ട് പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ സമരം നടത്തിയിട്ടോ അല്ലെങ്കിൽ ധർണ്ണ നടത്തിയിട്ടോ ഇതിനകത്ത് കാര്യമൊന്നുമില്ല. ഇതിൻ്റെതായ തെളിവുകൾ ഉൾപ്പെടെ ഡീലിമിറ്റേഷൻ, ഈ പഞ്ചായത്തിന്റെ ഈ വാർഡ് പുനർവിഭജനം നടത്തുന്ന കമ്മീഷന് നമ്മൾ തക്കതായ തെളിവുകൾ ഉൾപ്പെടെയുള്ള പരാതികൾ കൊടുക്കുകയും അവിടെ പോയി നമ്മുടെ രേഖകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ്. അതിന് നാളെയാണ് അവസാന ദിവസം. ഞാൻ ഇന്ന് എന്തായിരുന്നാലും ഈ പരിപാടിയുമായി ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇതിന്റെ എല്ലാ റെക്കോർഡുകളും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പരാതി കൊടുക്കാൻ ഞാൻ പോവുകയാണ്. നമ്മുടെ ഈ സമരപരിപാടി ഇതിന്റെ ഒരു സൂചനയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന അധികാരികൾക്കെതിരെ ഒരു സൂചനയാണ്. ഈ ഭരിക്കുന്നത് CPM ആണെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഇവിടുത്തെ സംഘികളാണ്. നമ്മുടെ പ്രദേശത്ത് നിന്ന് 3 പഞ്ചായത്ത് മെമ്പർമാർ വരുന്നതിന് പകരം അവർക്ക് 1-1.5 വരികയാണ് അവരുടെ ആവശ്യം. ബാക്കി ഇവിടെ സഖാക്കളും സംഘികളും ചേർന്ന് ഷെയർ ചെയ്തെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കും, പ്രതിരോധിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണകളും നമ്മുടെ നാട്ടുകാരിൽ നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിജയിക്കും.
വെള്ളം മേടിക്കാൻ പറഞ്ഞു. ഇവിടെ തിരുവാതിര ETC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലോട്ട് ഇതുപോലൊരു മാർച്ച് വെച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും പക്ഷേ ചിലർക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 19 വാർഡുകളാണ് ഇപ്പൊ ഡീലിമിറ്റേഷന്റെ ഭാഗമായി പഞ്ചായത്തിനകത്ത് ഈ 19 വാർഡുകൾ തന്നെ നിലനിർത്തിക്കൊണ്ട് വാർഡിന്റെ അതിർത്തി നിർണയങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ഈ പഞ്ചായത്ത്. അതായത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് 2011 ജനസംഖ്യ അനുപാതവും ഇതുവരെയുള്ള കരമൊടുക്കുന്ന വീടുകളുടെ എണ്ണം കൂടെ കണക്കാക്കിക്കൊണ്ടാണ് ഓരോ വാർഡുകൾ നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം പെരുമാതുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ 3 വാർഡുകളുണ്ടായിരുന്നു. ഈ ഡീലിമിറ്റേഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ 3 വാർഡ് എന്ന് പറയുന്നത് 9 വാർഡായി മാറി. എന്നാൽ നിലവിലെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകൾ തുടരുകയാണ്. INTCയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു മാർച്ച് നടത്താൻ വേണ്ടി നമ്മുടെ ഇവിടെ ഒരു തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം ഇവിടെ CIT മാർച്ച് നടത്തിക്കൊണ്ടായി. CPM മാർച്ച് നടത്തി. ആ മാർച്ചിനകത്ത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളെ വേണ്ടി പ്രേരിപ്പിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഡീലിമിറ്റേഷന്റെ നടപടികൾ മൊത്തം പൂർത്തീകരിച്ചത് കോൺഗ്രസും BJPയും ആണെന്നുള്ളതാണ്. ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ലേബലല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? നിങ്ങൾക്ക് നാണവും ഉണ്ടോ? ഒരു സാധാരണക്കാരനായ ഒരു CPM-കാരൻ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളാൻ തയ്യാറാണ്. ഈ പാർട്ടിക്കകത്ത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള CPM-ന്റെ ഈ പ്രദേശത്ത് ഒരു നേതാവ് പറയുകയാണ്, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഡീലിമിറ്റേഷന്റെ നടപടികൾ പൂർത്തീകരിച്ചത് CPM-ഓ ഇവിടുത്തെ ഭരണസമിതി നേതൃത്വങ്ങളൊന്നുമല്ല, ഇവിടുത്തെ BJP-കാരനും കോൺഗ്രസ്സുകാരനും ചേർന്നാണ്. ഞങ്ങൾ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ CPM-കാരെ മൊത്തം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന വാർഡ് ഏതാണെന്ന് പൊതുജനങ്ങൾക്ക് പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ മനസ്സിലാക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് ചാർജ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു UD ക്ലർക്കാണ്. അദ്ദേഹം 13 ദിവസമായിട്ടേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ വന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിനാണ് ഡീലിമിറ്റേഷന് ചാർജ് കൊടുത്തത്. അദ്ദേഹത്തിന് എവിടെ അതിർത്തി നിർണ്ണയം അറിയാൻ പറ്റും? ഒറ്റപ്പന വാർഡ് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ? ശാർക്കര വാർഡ് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ? ഒരു അതിർത്തി നിർണ്ണയം പോലും ഇല്ലാതെ ഒരു കാര്യത്തിലും സൂക്ഷ്മമായ രീതിയിൽ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചാർജ് ഏൽപ്പിച്ചിട്ട് ഇതിന്റെ കടിഞ്ഞാണെല്ലാം CPM തന്നെയാണ് നടപ്പിലാക്കിയത്. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിങ്ങൾ വല്ല നടപടിയെടുക്കാൻ പോയത്? നിങ്ങളുടെ പാർട്ടിയിലെ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ ഈ പഞ്ചായത്ത് ഭരിക്കുകയല്ലേ? നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചായത്തിന്റെ കസ്റ്റഡി എന്ന സെക്രട്ടറി നിങ്ങൾക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ടുമായിട്ട് ഇങ്ങനൊരു നടപടിക്രമം സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറാകുന്നത്? വേറെ ആരെങ്കിലും ഓടിയാലും പിടിച്ചാലും ഇടന്നാലും എല്ലാം നിങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരല്ലേ? എന്തുകൊണ്ട് ഇത്രയും ദിവസമായി നവംബർ മാസം 17-ാം തീയതി ഈ ലിസ്റ്റ് വന്നിട്ട് ഈ 3-ാം തീയതി വരെ, ഡിസംബർ മാസം 3-ാം തീയതി വരെ കരടിന് നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള സാവകാശമുണ്ട്, സമയമുണ്ട്. ഇതുവരെയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമ നടപടിയോ ഈ സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനോ നിങ്ങളുടെ പാർട്ടിക്ക് തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് പിന്നെ സമരം ചെയ്യാൻ വരുന്നത്? ആദ്യം നവംബർ മാസം 17-ാം തീയതി, നവംബർ മാസം 18-ാം തീയതിയൊക്കെ വലിയ രീതിയിൽ മുറവിളി കൊണ്ടല്ലോ CPM. ഇതിനെതിരെ നമ്മൾ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കും, സെക്രട്ടറിക്കെതിരെ നിയമ നടപടി എടുക്കും എന്നെല്ലാം പറഞ്ഞല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഇതിനെതിരെ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പൊ ആത്മാർത്ഥത ഇല്ലാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതൊരു മേഖലയെ മൊത്തം ചിറയൻകീഴിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പോകുന്ന ജനാധിപത്യ വിശ്വാസികളെ, മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മതേതര വിശ്വാസികളെ എല്ലാം തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് CPM നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. കാരണം പാരമ്പര്യയിലുള്ള ജനാധിപത്യ വിശ്വാസികളെ മൊത്തം ചേർത്തെടുത്തുകൊണ്ടും ഒറ്റപ്പനയിലുള്ള ഒരു ഭാഗത്തുള്ളവരെയും ചേർത്തെടുത്തുകൊണ്ടുമാണ് ഇവിടെ ഒരു വാർഡ്, പുതിയതായിട്ട് ഒരു വാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ പിന്നിലുള്ള ബുദ്ധി ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചിനകത്ത് CPM-ന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് ഇത് കോൺഗ്രസും BJP ആണ് ചെയ്തത്. ഇത് മൊത്തം ചെയ്തു വെച്ചത് CPM-ന്റെ ഇവിടുത്തെ നേതാക്കന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും കോൺഗ്രസ് ഇതിനു വേണ്ടി അപ്പീൽ പോകും. ആ അപ്പീലിൽ വീണ്ടും നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളെ ഇടപെടുത്താതെ നിങ്ങൾ ആ അപ്പീൽ തള്ളുകയാണെങ്കിൽ കോടതിയുടെ നിയമവശമായ രേഖകളുമായി നമ്മൾ കോടതി സമീപിക്കാൻ തയ്യാറാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടെ അതിർത്തി നിർണയത്തിന്റെ അകത്ത് പറയപ്പെടുന്ന പോരായ്മകൾ അല്ലെങ്കിൽ പറയപ്പെടുന്ന പോയിന്റുകൾ ഒന്നും ചെറിയങ്ങനെ സംതൃപ്തമില്ല. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്ക് തോടുകൾ, റോഡിന്റെ എൻഡുകൾ ഒക്കെയാണ് സൂചിപ്പിക്കാറുള്ളത്. പക്ഷെ ചെറിയങ്ങ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അതിർത്തി നിർണ്ണയിക്കുന്നത് ബാബുവിന്റെ മില്ല്, സുമതിയുടെ വീടിന്റെ തെക്കുവശം, മൂകാംബിക നൃത്തവിദ്യാലയം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വിദ്വാന്മാര് ഓരോ വാർഡിന്റെയും അതിർത്തി നിർണ്ണയിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ, ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് വീണ്ടും ഈ പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കുറെ രാഷ്ട്രീയ ജനാധിപത്യ വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ കാണിച്ചിട്ടുള്ള ഗൂഢശ്രമങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല. ഇവിടെ എല്ലാവരും നിങ്ങളെപ്പോലെ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും CPM മാത്രമാണ് ബുദ്ധിജീവികൾ, നിങ്ങൾ പറയുന്നത് ആട് പട്ടികയാണെന്ന് പറഞ്ഞുകൊണ്ടിടക്കാൻ നിങ്ങളെ കൂടെയുള്ളവരെ കണക്കാക്കേയുള്ളൂ. കഴിഞ്ഞ ദിവസം മധു മുല്ലശ്ശേരിയാണ് മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞങ്ങൾ അതിനെ മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ഈ നാടിന്റെ ജനകീയ വിഷയമാണ്. ഈ പഞ്ചായത്തിനെ തകർക്കാൻ വേണ്ടി CPM ഭരിക്കുന്ന ഈ പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വാർഡുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊരു ജനകീയ സമരമായി കൊണ്ട് മാത്രമേ ഇതിനെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഇത് നിയമപരമായി ഞങ്ങൾ പോരാടും. നിങ്ങൾ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിലും നിയമപരമായി ഞങ്ങൾ നേരാടിക്കൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്ത NDC സമരം ഉദ്ഘാടനം ചെയ്ത പെരുമാതുറ തീരദേശ മേഖലയുടെ നമ്മളിനി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്തിലിരുന്നിട്ട് നികുതി കാശും തിന്നിട്ട് ഞങ്ങളുടെ നാടിനെ ഇല്ലാതാക്കാൻ സംഘാവാണോ പെണ്ണും പിള്ളേ, സംഘാവാണേലായിക്കോ, സംഘാവാണേലായിക്കോ, ശമ്പളം എണ്ണി തള്ളുന്നേ, ശമ്പളം എണ്ണി തള്ളുന്നേ, നികുതി കാശും തിന്നിട്ട്, നികുതി കാശും തിന്നിട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്ന മര്യാദയ്ക്ക് ഭരിക്കില്ല, ചുവപ്പ് നിറച്ചൊരു കോളകമിട്ട്, ചുവപ്പ് നിറച്ചൊരു കോളകമിട്ട് പഞ്ചായത്ത് ഭരിച്ചിട്ട് ന്യൂനപക്ഷാവകാശത്തെ ഇല്ലാതാക്കാൻ വന്നാലേ, ഇല്ലാതാക്കാൻ വന്നാലേ ഇന്നീ സമരം തീരില്ല, ഇന്നീ സമരം തീരില്ല, ആളിക്കത്തും നീളക്കത്തും റോഡിൽ ഇറങ്ങി നടക്കാതാവും, ആളിക്കത്തും നീളക്കത്തും റോഡിൽ ഇറങ്ങി നടക്കാതാവും. നമ്മുടെ നാടിനെ കീറി മുറിക്കാൻ, നമ്മുടെ നാടിനെ കീറി മുറിക്കാൻ നമ്മൾ വീട് മരിക്കാണ്, ഒത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഒത്ത് കളിച്ചോ സൂക്ഷിച്ചോ, വാർഡുകളൊന്നും കേറാതെ, വീടുകളൊന്നും ചെല്ലാതെ, സംഘികളൊപ്പം ഇരുന്നാണോ, സംഘികളൊപ്പം ഇരുന്നാണോ, കമ്മികളൊപ്പം ഇരുന്നാണോ, വാർഡ് വെട്ടിമുറിക്കുന്നേ, വാർഡ് വെട്ടിമുറിക്കുന്നേ, സംഘിയാണോ കമ്മിയാണോ, സംഘാവാണോ പെണ്ണും പിള്ളേ. അവസാനിക്കാം. എന്തായാലും അപ്പീലായിട്ട് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അപ്പീലായിട്ട് പോകുന്നതാണ്. അപ്പീൽ പരിഹാരം കാണുമ്പോൾ ഇന്ന് ഹൈക്കോടതി വിധിയും വന്നിട്ടുണ്ട്. 2015 സെൻസസാണ്, അത് പറ്റത്തില്ല, മാറ്റിയിട്ട് പുതിയ ജനസംഖ്യ അനുപാതത്തിൽ വാർഡ് നിർണ്ണയിക്കുന്നതെന്ന് ഹൈക്കോടതിയിൽ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. യാതൊരു പത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇത് മാറ്റമുണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമ്മൾ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്.